ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചിത്തിരപ്പൂക്കളം ഇട്ടു കേട്ടോ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അതിനു വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി ഇത്രയും ഇട്ട് വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി വഴറ്റാം. അത് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കഷ്ണങ്ങളായി നുറുക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. പൈനാപ്പിൾ നന്നായി വഴണ്ടി വരുന്നതിന് വേണ്ടിയാണ്. ഈ പൈനാപ്പിളിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് വെളുത്തുള്ളി, ജീരകം, തേങ്ങ ഇത്രയും ഇട്ട് അരച്ച് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം തിള വന്നു കഴിയുമ്പോൾ അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം തിള വരേണ്ട ആവശ്യമില്ല. ചെറുതായി തിള വരുമ്പോഴത്തേക്കും തീ നിർത്തി കൊടുക്കാം. ശേഷം കുറച്ച് പഞ്ചസാര നമുക്ക് മധുരത്തിനായി ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ പുളിശ്ശേരിയാണല്ലോ, അപ്പം ലേശം മധുരം വേണ്ടി വരും. അപ്പം നമുക്കതിലേക്ക് താളിപ്പിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില, ഉലുവ ഇത്രയും ഇട്ട് കൊടുക്കാം. ചുവന്ന മുളക് ഇട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഉള്ളി ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുത്ത് നമുക്ക് താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഓണത്തിന് എല്ലാവരും പൈനാപ്പിൾ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചികരമായ പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.